നല്ലൊരു പങ്കാളിക്കും മകൾക്കുമൊപ്പം സന്തുഷ്ടകരമായ ദാമ്പത്യം ആര്യയുടെ വർഷങ്ങളായ സ്വപ്നമാണ്. കുറച്ചു വർഷം മുമ്പ് വരെ വിവാഹം എല്ലാം എത്തിയിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ടാകാം പുതിയ ജീവിതത്തേക്ക് കടക്കുമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഷോ കഴിഞ്ഞ് വന്നപ്പോൾ വലിയൊരു ചതി ആര്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. എല്ലാമായി കരുതിയിരുന്ന പങ്കാളി ആര്യയെ ഉപേക്ഷിച്ച് നടിയൊരു സുഹൃത്തിനെ പ്രണയിച്ചു. അത് തൻ്റെ ആര്യയ്ക്ക് വലിയ ഷോക്കായിരുന്നു. പലതവണ പാനിക് അറ്റാക്കുകൾ, വിഷാദം എന്നിവയിലൂടെ കടന്നുപോയി. ആ സംഭവത്തിന് ശേഷം മകളും താനും മാത്രം അടങ്ങിയ ജീവിതത്തിലേക്ക് ആര്യ ഒതുങ്ങിപ്പോയി. അവിടെ നിന്ന് നടിയെ പതുക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് സിബിനാണ്. വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചതും സിബിനാണ്. ബെസ്റ്റ് ഫ്രണ്ടായ തന്നെ അടുത്ത് മനസ്സിലാക്കിയ വ്യക്തിയായ പങ്കാളിയാകുന്നത് നല്ല തീരുമാനമെന്ന് ആര്യയ്ക്കും തോന്നി. മകൾക്കും അമ്മയുടെ തീരുമാനത്തോട് പൂർണ്ണ യോജിപ്പാണ്. ചിങ്ങം പിറന്നു കഴിയുമ്പോൾ വിവാഹമുണ്ടാകും. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആര്യയും സുഹൃത്തുക്കളും വിവാഹം ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. രണ്ടാം വിവാഹമാണെന്ന് കരുതി ആഡംബരത്തിനോ ആഘോഷത്തിനോ കുറവില്ല. ഹൽദി, സംഗീത്, വെഡ്ഡിംഗ്, റിസപ്ഷൻ എല്ലാമുണ്ട്. സിബിൻ ക്രിസ്ത്യാനിയും ആര്യ ഹിന്ദുവുമാണ്. അതുകൊണ്ട് രണ്ട് മതാചാരപ്രകാരവും ചടങ്ങുകളുമുണ്ട്. സംഗീത നൈറ്റിന് പൊടി പൊടിക്കാനുള്ള ഉത്തരവാദിത്വം സുഹൃത്തും നടിയുമായ ശില്പ ബാലയ്ക്കാണ് ആര്യ നൽകിയിരിക്കുന്നത്. ഒരു സർപ്രൈസ് ഡാൻസ് സിബിന് വേണ്ടി ശില്പയുടെ വക അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. പുതിയ ബ്ലോഗിൽ അതിന്റെ വിശേഷങ്ങൾ ശില്പ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ശില്പയും കൃഷ്ണപ്രഭയും മനോജ് മോഹനസയും അടക്കം വലിയൊരു സ്ക്വാഡ് സംഘം ആര്യയ്ക്കൊപ്പം ഈ സർപ്രൈസ് ഡാൻസിൽ ചുവടുവെക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ബിഗ് വെഡ്ഡിംഗ് വീഡിയോയോടുള്ള പ്രിപ്പറേഷനിലാണ്. എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള സിംഗിളായിട്ടുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. ആ കുറച്ചുപേരിൽ ഒരാൾ കൂടി വിവാഹം കഴിക്കാൻ പോകുകയാണ്. മിസ് ടു മിസസ് ആകാൻ പോകുന്ന ആര്യയാണ്. സിബിൻ്റെയും ആര്യയുടെയും വിവാഹത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളെല്ലാം എക്സൈറ്റഡ് ആണ്. ഹൽദി, സംഗീത്, വെഡ്ഡിംഗ്, റിസപ്ഷൻ എല്ലാമുണ്ട്. ക്രിസ്ത്യൻ രീതിയിലും ഹിന്ദു ആചാരപ്രകാരം വിവാഹമുണ്ട്. അതിൽ സംഗീതം കളറാക്കാനുള്ള ഉത്തരവാദിത്വം ആര്യ എനിക്കാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കുളമാക്കാതെ ചെയ്യണമെന്നുണ്ട്. കുറച്ച് ഡാൻസും മറ്റ് കലാപരിപാടി എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡാൻസിൽ പങ്കെടുക്കുന്ന ലിസ്റ്റിൽ 20-25 പേരോളമുണ്ട്. പക്ഷേ പ്രാക്ടീസിൽ ആരൊക്കെ വരും, ആരൊക്കെ സ്റ്റേജിൽ കയറും എന്നൊരു ഐഡിയയുമില്ല. കാരണം എല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരും പല ജോലികൾ ചെയ്യുന്നതുമാണ്. ഉള്ളതുകൊണ്ട് നന്നാകുമെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. വെഡ്ഡിംഗ് ഷൂട്ട് ചെയ്യാൻ പ്ലാനുണ്ട്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന പോലെ തന്നെ സിബിനും മാളവിക കൃഷ്ണദാസും സംഘവും എല്ലാം ചേർന്ന് അവരുടേതായ ഒരു ഡാൻസും പ്ലാൻ ചെയ്യുന്നുണ്ട്. അവർ പ്രൊഫഷണൽ ഡാൻസേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നും ശില്പ പറയുന്നു.